ആലപ്പുഴ കരുവാട്ടയിൽ വയോധികനെ ബന്ധുവായ 13കാരുടെ ആസൂത്രണത്തിൽ കൊലപ്പെടുത്തിയ വിവരം കേട്ട് മലയാളികൾ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഒരു കൊലപാതകം ലൈവായി വീഡിയോ കോൾ വഴി കണ്ട് മരണമുറപ്പിക്കാൻ മാത്രം എന്ത് വൈരാഗ്യമാണ് ഈ വയോധികനോട് പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നതെന്ന ചോദ്യമാണ് ഉയർന്നത്. മരിച്ച ശിവൻകുട്ടി മോശമായി പെരുമാറിയെന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കാമുകരോടും കുട്ടി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഈ മൊഴി പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. സ്വർണവും പണവും ഒത്തിക്കാൻ സംഘം നേരത്തെ പദ്ധതി തയ്യാറാക്കിയതിന്റെ വിവരങ്ങൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പം ന്യൂസ് കണ്ടില്ലേ? 13 വയസ്സുകാരി കാമുകൻ, 16 വയസ്സുള്ള 3 സുഹൃത്തുക്കൾ, അവരുടെ സ്വന്തം അപ്പൂപ്പനെ കൊട്ടേഷൻ. നമ്മൾ പണ്ടത്തെ ഒരു കണക്കനുസരിച്ചാണ് പ്രായപൂർത്തിയാകൽ 18 വയസ്സ് എന്നുള്ള രീതിയിലൊക്കെ ഗവൺമെൻറ് ഭരണകൂടം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ 12-13 വയസ്സുള്ളപ്പോൾ പമ്പരംകൊത്ത്, വളങ്കുകളി, ഒളിച്ചുകളി ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേരെ ടെക്നോളജി അനുസരിച്ച് പിള്ളേർ വളർന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്താലുള്ള ശിക്ഷയുടെ കാലാവധി, അവരുടെ പ്രായപൂർത്തിയാകുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ 18 വയസ്സെന്നുള്ളത് 12-13 വയസ്സിലേക്ക് അത് ചുരുക്കി പുനർനിശ്ചയിക്കണം. ഇല്ലെങ്കിൽ ഇത് ഒരു ആനുകൂല്യമായി കണക്ക് കൂട്ടി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. തക്കതായ ശിക്ഷ ആ പെൺകുട്ടിക്കും പെൺകുട്ടികളുടെ സുഹൃത്തുക്കൾക്കും കോടതി വിധിച്ച് ഉചിതമായ തീരുമാനം ഉണ്ടാകണം. പെൺകുട്ടി ഇപ്പോൾ അടുത്ത ഒരു രക്ഷപ്പെടാനുള്ള ഐഡിയ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ബാഡ് ടച്ച് ഉണ്ടാകാതിരിക്കാം. വിശദമായി അന്വേഷിക്കണം. വേണ്ട നടപടികൾ പോലീസ് സ്വീകരിക്കണം. തക്കതായ ശിക്ഷ 4 പേർക്കും കൊടുക്കണം. ഒരു കൊലപാതകം ചെയ്യുന്നത് വീഡിയോ കോൾ മൂലം കാണാൻ കരുത്തുള്ള ആ കുട്ടിയെന്നൊന്നും വിളിക്കരുത്. എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്